ഹായ്, വെൽക്കം ടു ദ പബ്ലിക് നെറേറ്റീവ്. ടോക്സിസിറ്റി തുറന്നു കാട്ടിയ രണ്ട് സിനിമകളാണ് ഉയരെയും ലവ്വറും. ഒരു വ്യക്തിയുടെ മോശം വശം തുറന്നു കാണിക്കുന്ന സിനിമകളിൽ പ്രധാനമായി ഫോക്കസ് ചെയ്യുക അയാളാൽ ബാധിക്കപ്പെട്ടവരെയാണ്. ഉയരയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഗോവിന്ദന്റെ ടോക്സിസിറ്റിയേക്കാൾ ഉപരി പല്ലവിയുടെ അനുഭവങ്ങളെ പറ്റിയാണ് ആ സിനിമയിൽ പറയുന്നത്. എന്നാൽ അവിടെയാണ് ലവ്വറിനെ വേറിട്ട് നിൽക്കുന്നത്. അരുൺ എന്ന കഥാപാത്രത്തെ വളരെ ഡീപ്പായി തന്നെ അതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഉയരയിലേക്ക് വരുമ്പോൾ ആസിഡ് അറ്റാക്കിൽ നിന്നും പല്ലവിയുടെ ഉയർത്തെഴുന്നേക്കലാണ് കഥയുടെ ഇതിവൃത്തം. ഗോവിന്ദനെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല എന്ന് ഒരു ഘട്ടത്തിൽ അയാളുടെ അച്ഛൻ പറയുന്നുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അയാൾ ടോക്സിക്കായി മാറിയത്. എന്നാൽ അതിനെ ജസ്റ്റിഫൈ ചെയ്യാനുള്ള മറ്റുള്ള സീനുകളൊന്നും ആ സിനിമയിലില്ല. ലവറിലേക്ക് വരുമ്പോൾ അരുണാവട്ടെ അയാളുടെ ജീവിതത്തിൽ ഒന്നും ശരിയായിരുന്നില്ല. തൻ്റെ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയുമായി കഴിയുന്ന അച്ഛൻ, സ്വന്തം ഭർത്താവിൽ നിന്ന് ഒരുപാട് വേദന അനുഭവിക്കേണ്ടി വന്ന തൻ്റെ അമ്മ, അയാളുടെ കരിയർ ആണെങ്കിൽ എങ്ങും എത്തിയിട്ടുമില്ല. അയാൾക്ക് ആകെയുള്ള ആശ്രയവും ആശ്വാസവും തൻ്റെ കാമുകിയാണ്. അതുകൊണ്ടാണ് അയാൾ ടോക്സിക്കായി മാറിയത്. ഇതൊന്നും ആ കഥാപാത്രത്തോടുള്ള ന്യായീകരണങ്ങളല്ല. തൻ്റെ കാമുകി അനുഭവിക്കുന്ന മാനസിക സംഘർഷവും ആ സിനിമയിൽ വ്യക്തമായി കാണിക്കുന്നുണ്ട്. സ്വന്തം തെറ്റ് മനസ്സിലാക്കി തിരുത്തുവാനുള്ള അവസരം ലഭിച്ചാൽ മനുഷ്യർ നന്നായെന്ന് വരാം.